പ്രതീക്ഷ നിലനിൽക്കുമ്പോഴും ഒരു കാര്യം ചോദിച്ചു കൊള്ളട്ടെ. അതായത് കഴിഞ്ഞ ദിവസവും പുഴയിൽ ഈ മണ്ണ് കൂനയുള്ള സ്ഥലത്താണ് കുഴിച്ച് ഇത്തരത്തിൽ പരിശോധന ആരംഭിച്ചത്. അപ്പോൾ അത്രത്തോളം ടൺ കണക്കിന് മണ്ണാണ് അവിടെ കുമിഞ്ഞു കൂടിയിട്ടുള്ളത്. അത് നീക്കി കുഴിച്ച് പരിശോധന നടത്തുക എന്ന് പറയുന്നത് അത്രത്തോളം എളുപ്പമുള്ള ഒരു കാര്യമല്ല. അങ്ങനെ ഇരിക്കെ എത്രത്തോളം ആഴത്തിലേക്ക് ഇന്ന് പോകാൻ കഴിയും എന്നുള്ള ഒരു സാഹചര്യം കൂടിയില്ലേ? അങ്ങനെയെങ്കിൽ ഇന്ന് തന്നെ അർജുനെയും അല്ലെങ്കിൽ ലോറിയോ കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ ഉറപ്പിച്ചു പറയാൻ കഴിയുമോ? തീർച്ചയായും ആ പ്രതീക്ഷയിൽ തന്നെയാണ് രക്ഷാപ്രവർത്തകരും ഒപ്പം കുടുംബവും ഒക്കെ ഉള്ളത്. കാരണം ഇന്ന് അത്തരത്തിലുള്ള അത്യാധുനിക സംവിധാനങ്ങൾ വരുന്നുണ്ട്. ആകാശമാർഗം പുഴയിൽ ഏതെങ്കിലും വസ്തുക്കൾ ഉണ്ടോ എന്ന് തിരിയുന്ന അത്യാധുനിക സംവിധാനങ്ങൾ വരുന്നുണ്ട്. ഈ സംവിധാനം ഉപയോഗിച്ച് ഈ ഇത്തരത്തിൽ ചെളിയിൽ പൂണ്ടു കിടക്കുന്ന, അതായത് 20 മീറ്റർ വരെ താഴ്ചയിൽ ചളിയിൽ പൂണ്ടു കിടക്കുന്ന വസ്തുക്കളെ കണ്ടെത്താൻ പറ്റും. മഞ്ഞിലും മഴയത്തും 70 കിലോമീറ്ററും ആഴത്തിൽ ഇത്തരം വസ്തുക്കൾ കണ്ടെത്താൻ കഴിയുന്ന ഉപകരണമാണ്. അത്തരത്തിൽ വലിയ സംവിധാനങ്ങൾ ഇന്ന് എത്തുന്നുണ്ട്. ഏതായാലും ഈ രക്ഷാപ്രവർത്തനത്തിൽ ജില്ലാ ഭരണകൂടം ഉണർന്ന് പ്രവർത്തിക്കുന്ന നാളുകൾ ആണ് ഇപ്പോൾ എന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിൽ വലിയ പ്രവർത്തനം നടക്കുന്നുണ്ട്. ഏതായാലും കരയിലെ മുഴുവൻ മണ്ണും നീക്കിക്കഴിഞ്ഞു, കരയിലില്ല എന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പുഴയിലേക്കുള്ള തിരച്ചിലാണ് വലിയ തോതിൽ വ്യാപിപ്പിച്ചിട്ടുള്ളത്. പുഴയുടെ എല്ലാ രക്ഷാപ്രവർത്തകരും പുഴയിലേക്കാണ് അടിയൊഴുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഈ റഡാർ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് പരിശോധന നടത്താൻ പറ്റിയിട്ടില്ല. ഏതായാലും ആ സംവിധാനം ഇത്ര അത്യാധുനിക സംവിധാനങ്ങൾ കൊണ്ടുവരുന്നതുകൊണ്ട് തന്നെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യുക, എവിടെയാണ് ഇത്തരത്തിൽ ലോറിയോ മറ്റും ഉള്ളത്, ആ സ്ഥലം കണ്ടെത്താൻ സാധിച്ചാൽ പിന്നീട് അവിടെ ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുക എന്നതാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ആ രീതിയിലുള്ള തെരച്ചിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. എന്തായാലും തിരച്ചിലിൽ തൃപ്തരാണെന്ന് കുടുംബം പോലും ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇതിന് നേരത്തെ നടത്തേണ്ടിയിരുന്ന ഒരു ഉണർന്ന് പ്രവർത്തിക്കേണ്ടിയിരുന്ന സംവിധാനമാണ് വളരെ വൈകി 7-ാം നാളോ 8-ാം നാളോ ഇത്തരത്തിൽ വലിയ തോതിലുള്ള സംവിധാനങ്ങളുമായി രംഗത്ത് വന്നത്. കോടതിക്ക് പോലും ഇടപെടേണ്ട ഒരു സാഹചര്യമുണ്ടായി, വലിയ സമ്മർദ്ദമുണ്ടായി. എന്നിട്ടും ഇത്രയും മന്ദഗതിയിലായിരുന്നു രക്ഷാപ്രവർത്തനം എന്നത് വലിയ ദുഃഖകരമായ കാര്യം തന്നെ. കാരണം 1-2 ദിവസങ്ങളിൽ വളരെ പെട്ടെന്ന് തന്നെ ഇത്തരത്തിൽ ഈ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നെങ്കിൽ നമുക്ക് അർജുനെ ജീവനോടെ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് ായിരിക്കും. എന്തായാലും വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഏത് തരത്തിലായിരിക്കും അർജുനെ നമുക്ക് തിരിച്ചു കിട്ടുക, അവസാനമായി ഒരു നോക്ക് കാണാൻ സാധിക്കുമോ, അത്തരത്തിലുള്ള വലിയ ആശങ്കയൊക്കെ ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം മാറ്റിവെച്ച് അർജുനെ കണ്ടെത്തുക, അർജുൻ സഞ്ചരിച്ച ആ ലോറിയിലേക്ക് എത്തിയാൽ അർജുനിലേക്ക് എത്താൻ പറ്റും. ഒപ്പം ശരവണനെ പോലെ മറ്റ് കാണാതായ 2 പേരെ കൂടിയുണ്ട്, അവരെയും കണ്ടെത്തുക. ഇതിനെല്ലാം വലിയ പ്രാർത്ഥന കേരളത്തിൽ നിന്ന് ഇപ്പോഴും ഓരോ ആളുകളും ഈ പ്രാർത്ഥനയിലാണ്. അതുപോലെ തന്നെയാണ് ഈ കുടുംബവും വലിയ കാത്തിരിപ്പിലാണ്. ഏതായാലും കുടുംബം, അവരുടെ ബന്ധുക്കളെല്ലാം തന്നെ ഉണ്ട് ഇവിടെ. അത് മാത്രമല്ല, കേരളത്തിൽ നിന്നും ഓരോ ദിവസം കഴിയുമ്പോഴും കൂടുതൽ ആളുകൾ ഇവിടത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ രക്ഷാദൌത്യത്തിൽ സ്വമേധയാ സന്നദ്ധമായിക്കൊണ്ട് പങ്കാളികളാകാം എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും അവിടേക്ക് എത്തിയിരുന്നു. പക്ഷേ ഈ ബന്ധുക്കളെയോ മാധ്യമങ്ങളെയോ ഈ രക്ഷാദൌത്യത്തിന് സന്നദ്ധരായി എത്തിയവരെയോ ഒന്നും അവിടേക്ക് കയറ്റിവിടാത്തൊരു സാഹചര്യമുണ്ട്. അതിൽ കേരളത്തിൽ നിന്നുള്ള അടക്കമുള്ള നേതാക്കന്മാർ ഇടപെടണം എന്നുള്ള ആവശ്യം കൂടി അവർ ഉന്നയിച്ചിരുന്നു. ആ ഇടപെടൽ എങ്ങും എത്തിയില്ല, അല്ലെങ്കിൽ അത്തരത്തിലൊരു നീക്കമൊന്നും നമ്മൾ കണ്ടില്ല എന്നുള്ളൊരു സാഹചര്യമുണ്ട്. അതേസമയം ഇന്നലെ ഈ രഞ്ജിത്ത് ഇസ്രയേൽ അടക്കമുള്ളവർ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഇപ്പോഴും ഈ കരയിൽ പൂർണ്ണമായുള്ള തിരച്ചിൽ പൂർത്തീകരിച്ചു എന്നുള്ളത് വിശ്വസിക്കാൻ അവർ തയ്യാറാകാത്ത ഒരു സാഹചര്യം. കരയിൽ ഇനിയും പല ഭാഗത്ത് തെരച്ചിൽ നടത്തേണ്ടതുണ്ട് എന്ന് അവർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇപ്പോഴും ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ടോ? അവിടെയുള്ള ബന്ധുക്കളും ഇത്തരത്തിൽ രക്ഷാദൌത്യത്തിൽ പങ്കാളികളാകാൻ എത്തിയവരുമൊക്കെ എന്താണ് പറയുന്നത് ഈ ഘട്ടത്തിൽ? തീർച്ചയായും കേരളത്തിൽ നിന്നുള്ള ഇടപെടൽ പൂർണ്ണമായി ഇല്ല എന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കുടുംബം ആവശ്യപ്രകാരം അപ്പോൾ തന്നെ കർണാടക മുഖ്യമന്ത്രിയുമായി ഇടപെട്ടിരുന്നു. പക്ഷേ ഇതിനെല്ലാം ഒരു പരിമിതിയുണ്ട്. കേരളത്തിൽ ഇടപെടുന്നതിനൊക്കെ വലിയ പരിമിതിയുണ്ട്. കർണാടക സർക്കാരിനെ കണ്ണു തുറക്കാൻ നിരവധി സമ്മർദ്ദങ്ങൾ വേണ്ടി വന്നു. മാത്രമല്ല AKM അഷ്റഫ് MLA ഉൾപ്പെടെയുള്ളവർ ഈ സംഭവ സ്ഥലത്ത് തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് പോലും വിവരങ്ങൾ ഈ സംഭവ സ്ഥലത്ത് നിന്നും ലഭിക്കുന്നത് തന്നെ ഇത്തരം ജനപ്രതിനിധികളുടെ ഇടയിൽ നിന്നാണ്. CPM-ന്റെ വസീഫ് ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. MK രാഘവൻ MP ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്ത് ദിവസങ്ങളോളം ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ മുഴുകിയിരുന്നു. നിരവധി നേതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നേതാക്കളുടെ സമ്മർദ്ദമൊക്കെ വലിയ തോതിൽ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം കോടതിയിലൂടെ ഒരു ഇടപെടലും വലിയ പ്രതീക്ഷയോടെയാണ് ഇന്ന് കാണുന്നത്. കോടതി ഏത് തരത്തിലാണ് വിമർശനം ഉന്നയിക്കുന്നത്? എന്തായാലും വലിയ വിമർശനം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. കാരണം അത്രത്തോളം ഗൗരവമേറിയ ഒരു വിഷയമാണിതെന്ന് കോടതി പരാമർശം വന്നിരിക്കുന്നു. ഇതുവരെയുള്ള തെരച്ചിലിന്റെ, അതായത്
ഈ അപകടം നടന്നത് മുതൽ ഈ സമയം വരെയുള്ള തിരച്ചിലിന്റെ പുരോഗതിയാണ് കോടതി അറിയിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കർണാടക സർക്കാർ നൽകിയ സത്യവാങ്മൂലമാണ്. ഈ അപകടം നടന്ന് തുടക്കം മുതൽ അർജുനായി തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സത്യവാങ്മൂലം സമർപ്പിച്ചത്. അതേതായാലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സത്യവാങ്മൂലം തന്നെയാണ്. കാരണം നമ്മൾ ഇവിടെ തുടക്കം മുതലേ തന്നെ ഇവിടെയുണ്ട്, ഏതെങ്കിലും തരത്തിൽ ഭരണകൂടം ഉണർന്നു പ്രവർത്തിക്കുന്ന ഒന്നും നമ്മൾ ഇവിടെ കണ്ടിരുന്നില്ല. ദേശീയപാത ഗതാഗത യോഗ്യമാക്കാനായിരുന്നു ആദ്യ പരിഗണന എന്നത് നമ്മൾ നിരന്തരം ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. അർജുൻ എവിടെ എന്ന ചോദ്യം നമ്മൾ അപ്പോഴും നിരന്തരം ചോദിച്ചുകൊണ്ടേയിരുന്നു. എന്തായാലും നമുക്ക് ഇനി വേണ്ടത്, ഇനി സമയം വളരെ നിർണായകമാണ്. കാലാവസ്ഥ പ്രതികൂലമായി പലപ്പോഴും വരുന്നുണ്ട്. അത് ഏത് രീതിയിൽ ഇനി വരും മണിക്കൂറുകളിൽ കാലാവസ്ഥ വരുന്നതൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ഏത് സമയത്താണ് ഇവിടുത്തെ കാലാവസ്ഥ മാറ്റമെന്ന് നമുക്ക് മനസ്സിലാവാത്ത രീതിയിലാണ്. ഇപ്പോൾ നല്ല വെയിലാണെങ്കിൽ പെട്ടെന്നാണ് അതിശക്തമായ മഴ വരുന്നത്. കുട പിടിച്ചാൽ പോലും ഇവിടെ നിൽക്കാൻ കഴിയാത്ത രീതിയിൽ ശക്തമായ കാറ്റും അനുഭവപ്പെടുന്നു. വളരെ പ്രതികൂലമായ കാലാവസ്ഥയാണ്. പ്രത്യേകിച്ച് പുഴയിലാണ് തിരച്ചിൽ നടത്തേണ്ടത് എന്നതുകൊണ്ട് തന്നെ പ്രതികൂല കാലാവസ്ഥയെ മറികടന്ന് ഈ തെരച്ചിൽ ഊർജിതമായി നടത്തേണ്ടതുണ്ട്. നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ കരയിലുള്ള തെരച്ചിൽ ഇനി കാര്യമില്ല, അത് സൈന്യം തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു. കരയിൽ അർജുനോ ലോറിയോ ഇല്ല എന്ന സ്ഥിരീകരണം സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് തന്നെ വന്നിരിക്കുന്നു. കുടുംബവും കരയിലുള്ള ആ പ്രതീക്ഷ കൈവിട്ടിരിക്കുന്നു. അവർക്ക് ഇനി പൂർണ്ണമായും ഇപ്പോൾ നടത്തുന്ന തെരച്ചിൽ സംഘത്തിന്റെ അവരുടെ വിശ്വാസത്തിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഏതായാലും രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കരയിലാണ് എന്ന ഒരു സൂചന അവർ പറഞ്ഞതുകൊണ്ട് തന്നെ കരയിലെ മുഴുവൻ മണ്ണും നീക്കിക്കഴിഞ്ഞു. കരയിൽ ഇനി ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് സൈന്യം സ്ഥിരീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇനി കരയിലുള്ള പരിശോധന ഉണ്ടാകില്ല. കരയിലെ ഏതാണ്ട് മണ്ണുകളെല്ലാം നീക്കം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. റോഡ് ഗതാഗത യോഗ്യമാക്കിയിരിക്കുന്നു. ഇവിടെ നിരവധി ലോറികളായിരുന്നു ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നത്. അതിൽ ഭൂരിഭാഗം ലോറികളും ഇന്നലെ രാത്രി ഇതുവഴി കടന്നുപോയിരിക്കുന്നു. അത്രത്തോളം ഗതാഗത യോഗ്യമാക്കിയിരിക്കുന്നു. ദേശീയപാത പ്രഥമ പരിഗണന നൽകിയത് തന്നെ ഈ ദേശീയപാത ഗതാഗത യോഗ്യമാക്കാനായിരുന്നു. അത് വലിയ വിമർശനത്തിന് വഴിവെച്ചിരുന്നു. അർജുനെ കണ്ടെത്തുകയാണ് ആദ്യം വേണ്ടത്. ഭൂമിക്കടിയിൽ 2-3 പേർ ഇത്തരത്തിൽ കാണാതായി ഭൂമിക്കടിയിലുണ്ട്, മണ്ണിനടിയിലുണ്ട്. അവരെ കണ്ടെത്തേണ്ടതുണ്ട്. ആ ആവശ്യം നിരന്തരം പറഞ്ഞതുകൊണ്ടാണ് പിന്നീട് തെരച്ചിൽ കരയിലേക്ക് മാറ്റിയതും വലിയ തോതിലുള്ള തെരച്ചിൽ ആരംഭിച്ചതും. എന്തായാലും ഇന്ന് വലിയ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. കുടുംബവും രക്ഷാപ്രവർത്തകരും സൈന്യവും കരസേനയും അതുപോലെ തന്നെ നാവികസേനയും ഒക്കെ വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു.